നമസ്കാരം. ഇക്കുറി തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അത് കച്ചൈത്തീവായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശ്രീലങ്കയുടെ കൈവശം ഇരിക്കുന്ന ഈ ദ്വീപ് തമിഴ്നാടിന് തിരിച്ചു പിടിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെക്കാലമായിട്ട് മോദിയുമായിട്ട് അല്ലെങ്കിൽ മോദി സർക്കാരിനെ തന്നെ DMKയുടെ സ്റ്റാലിനുമൊക്കെ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം BJPയുടെ അധ്യക്ഷനായിട്ടുള്ള തമിഴ്നാടിൻ്റെ അധ്യക്ഷൻ അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ രേഖ അതുപ്രകാരം കച്ചൈത്തീവിൻ്റെ അവകാശമെന്ന് പറയപ്പെടുന്ന ശ്രീലങ്കയ്ക്ക് 1974 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് കൈമാറിയത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിവരാവകാശ രേഖയിലൂടെ. ഇതോടുകൂടി കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള DMK പ്രതിക്കൂട്ടിലാകുന്നു. DMKയുടെ വാദങ്ങളൊക്കെ പൊളിഞ്ഞില്ലാതാകുന്നു. അതായത് മോദിയെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് DMKയും അണ്ണാ DMKയും ഒക്കെ പലപ്പോഴും ഈ കച്ചൈത്തീവിനെ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ കച്ചൈത്തീവ് പ്രശ്നത്തിന് പിന്നാലെ പോയിരുന്നത്. അതിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികൾ ആരെ എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അത് കോൺഗ്രസ്സാണ്, DMK ആണ് എന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ കോൺഗ്രസും DMKയും ഒരേപോലെ കുറ്റക്കാരാവുകയാണ്. നേരത്തെ ഇന്ത്യയും ശ്രീലങ്കയും തുല്യാവകാശത്തോടെ ഉപയോഗിച്ചിരുന്ന ഒരു ദ്വീപാണ് ഈ കച്ചൈത്തീവ് എന്ന് പറയപ്പെടുന്നത്. പിന്നീട് 1974 ഉഭയകക്ഷി പ്രകാരം ആ കരാർ പ്രകാരം ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. നെഹ്റുവിൻ്റെ ഭരണകാലം മുതലേ കച്ചൈത്തീവ് സ്വന്തമാക്കാൻ അത്തരത്തിലൊരു ശ്രമവും ഇന്ത്യ നടത്തിയില്ല എന്നുകൂടി പാർലമെൻറ്റ് രേഖകളിലൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നെഹ്റു സർക്കാർ ഒരിക്കൽ പോലും കച്ചൈത്തീവ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമേ നടത്തിയിട്ടില്ല. അത്തരത്തിലൊരു ശ്രമമേ അവർ നടത്തില്ല. എല്ലാ കാലത്തും പാക് കടലിടുക്കിൽ കിടക്കുന്ന ഈ ദ്വീപിനോട് ഒരു ഉപേക്ഷാ മനോഭാവം അത് ഇന്ത്യയിലെ കോൺഗ്രസ് ഭരണാധികാരികൾ കാട്ടിയിരുന്നു എന്നുള്ള രേഖകൾ അടക്കം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ആരാണ് തെറ്റുകാർ? കോൺഗ്രസ്സുകാരാണ്. ഇതോടെ കച്ചൈത്തീവ് പ്രശ്നമെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി മാറുകയാണ്, വലിയ പ്രചാരണ വിഷയമായി മാറുകയാണ്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച മോദി സർക്കാർ കച്ചൈത്തീവ് തമിഴ്നാടിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തമിഴ്നാടിന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന DMK എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കളെയൊക്കെ അടിക്കാൻ BJPക്കുള്ളൊരു വടിയായി മാറുകയാണ് കച്ചൈത്തീവ് പ്രശ്നം ഇപ്പോഴത്തെ വിവരാവകാശ രേഖകളിലൂടെ അണ്ണാമലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അണ്ണാമല അത് വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി എക്സിലൂടെ കുറിപ്പിട്ടിരിക്കുന്നത് ഇതൊക്കെ നടപ്പാക്കിയതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ളത്. 1974 കൊണ്ടുവന്ന കരാർ പ്രകാരം സിരിമാവോ ബണ്ടാര നായികയും ഇന്ദിരാഗാന്ധിയും കൂടി ഒപ്പുവെച്ച കരാറിലാണ് നമ്മുടെ സ്ഥലത്തെ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർ ശ്രീലങ്കയും ഇന്ത്യയും തുല്യാവകാശത്തോടു കൂടി ഉപയോഗിച്ചിരുന്ന ഇടത്തെ ഒരു രാജ്യക്കാർക്ക് മാത്രമായി നൽകുന്നതിൽ കാണിച്ച ഒരു ഗതികെട്ട അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള പിടിപ്പുകേട് നടപ്പിലാക്കിയത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ DMKക്ക് മിണ്ടാൻ കഴിയില്ല. കാരണം ഈ DMK എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമാണ്, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞു പരത്തുവാൻ ശ്രമിക്കുകയാണ് ഇവിടെ അണ്ണാമലയ്ക്ക് വീണ് കിട്ടിയ ഒരു അവസരം വളരെ കൃത്യമായി അദ്ദേഹം ഉപയോഗിക്കുക തന്നെ ചെയ്യും. കച്ചൈത്തീവിലേക്ക് എത്തപ്പെടുന്ന മത്സ്യബന്ധനത്തിൽ എത്തപ്പെടുന്ന തമിഴ് മക്കളെ ശ്രീലങ്കൻ സേന പിടിച്ചടക്കപ്പെടുകയും അവരെ തടവിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് DMK പലവട്ടം നരേന്ദ്രമോദിയോട് ആ സ്ഥലം കച്ചൈത്തീവ് എന്ന് പറയപ്പെടുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പല അപേക്ഷകളും നൽകിയിരുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത ഇപ്പോൾ വന്നിരിക്കുന്നു. 1974 കരാർ പ്രകാരം, ഉഭയസമ്മത പ്രകാരം, ആ കരാർ പ്രകാരം നടപ്പിലാക്കിയിരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കച്ചൈത്തീവ് വിട്ടുകൊടുക്കുകയായിരുന്നു. അതിന് ഇന്ദിരാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ആ ഭരണസാരഥ്യം വഹിച്ചിരുന്നവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുത്തത്. അവരുടെ പിടിപ്പുകേടിനാണ് ഇന്ന് നമ്മൾ മറുപടി പറയേണ്ടി വരുന്നത് എന്നാണ് BJP പറയുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം എക്സിലൂടെ ഒരു കുറിപ്പിട്ടതും അത്തരത്തിലാണ്. ഇവിടെ കച്ചൈത്തീവ് എന്ന് പറയപ്പെടുന്നത് ഒരു വെറും പാറ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാത്രം വച്ചിരുന്ന ഇടത്തെ മറ്റൊരു രാജ്യക്കാരന് ഒന്നും നോക്കാതെ കൊടുത്തത് രാജ്യത്തിനോടുള്ള കൂറുപോലുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൽ ഇക്കുറി കച്ചൈത്തീവ് എന്ന് പറയപ്പെടുന്നത് DMKക്ക് ഗുണപ്രദമാകില്ല, പകരം അത് അണ്ണാമലയുടെ BJPക്ക് ഗുണപ്രദമാകുമെന്നുള്ള തരത്തിലുള്ള ഒരു യാത്രയാണ്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി മാറാൻ പോവുകയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്.